ഗുഡ് മോർണിംഗ് സർ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ബീച്ച് റോഡിനടുത്ത് കാറിൽ മരണാസന്നനായി കിടന്നത് മറ്റാരുമല്ല, രമേഷ് കുറുപ്പാണ്. എന്ന് പറഞ്ഞാൽ സ്വപ്നയുടെ അനുജത്തി ചിത്രയുടെ പൂർവ്വകാമുകൻ. അയാളല്ലേ ഇന്റർനെറ്റിൽ? അതെ, ചിത്രയുടെ ക്ലിപ്പിംഗ്സുകൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിച്ച അതേ രമേഷ് കുറുപ്പ്. സർ, രമേഷ് കുറുപ്പും ചിത്രയുടെ ഭർത്താവ് അനൂപും ശത്രുക്കളാണ്. ആ നിലയ്ക്കാണ് ഞാൻ അന്വേഷണം തുടങ്ങിയത്. പക്ഷേ രമേഷ് കുറുപ്പ് ഇപ്പൊ നമുക്ക് ദൈവദൂതൻ തന്നെയാ. എങ്ങനെ? സർ, ഈ അപകടം സംഭവിക്കുന്നതിന് മുൻപ് രമേഷ് കുറുപ്പിനോടൊപ്പം ഒരു പെണ്ണ് ആ കാറിൽ യാത്ര ചെയ്തിരുന്നു, ചിത്ര. അതിന് വ്യക്തമായ സാക്ഷികളുണ്ട്. വെരി ഗുഡ്. അയാളുടെ അവസ്ഥ എങ്ങനെ, ആ രമേഷ് കുറുപ്പിന്റെ? ഒന്നും പറയാറായിട്ടില്ല സർ. അരുന്ധതി ഇനി ഉദ്ദേശിക്കുന്ന എന്താ? സാറിനോട് വിവരം പറഞ്ഞിട്ട് നേരെ ചെന്ന് ചിത്രയെ അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ വേണ്ട. വൈ സർ? അരുന്ധതി നേരെ ചെന്ന് സ്വപ്നയെ കാണണം. കൊലപാതക കുറ്റത്തിന് അനുജത്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ രേണുകയുടെ കംപ്ലൈന്റ് പിൻവലിച്ച് എന്റെ മുമ്പിൽ എത്താൻ പറയണം. അവള് വഴങ്ങിയില്ലെങ്കിൽ മാത്രം മതി അറസ്റ്റ്. ഓക്കെ സർ. താങ്ക്സ്. അരുന്ധതി പറഞ്ഞത് സത്യമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വന്ന ദൈവദൂതൻ തന്നെയാണ് രമേശ് കുറുപ്പ്. ഇനിയൊന്ന് പൊരുതാനുള്ള ആവേശമുണ്ട് എനിക്ക്. അരുന്ധതി ചെല്ല്. സർ. രക്ഷപ്പെട്ടു. അവസാനം അവളെ കൊടുക്കാൻ ഒരു അവസരം വീണ് കിട്ടിയല്ലോ. പക്ഷെ സാർ, അവൾ ഈ കാര്യത്തിലും ഗതികെട്ട ആദർശം പറഞ്ഞാൽ? സ്വന്തം ശരീരം പൊള്ളുന്നതുവരെയാണ് പ്രതിഭയെ ആദർശം. അഥവാ നമ്മുടെ ഡിമാൻഡിന് വഴങ്ങാൻ സ്വപ്നം അടിച്ചാൽ ചിത്ര അറസ്റ്റ് ചെയ്യപ്പെടും. അരുന്ധതിയുടെ കസ്റ്റഡിയിൽ അവൾക്ക് സംഭവിക്കുന്നത് ഒരു ചേച്ചിക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയായിരിക്കും. ഈശ്വരാ, എന്റെ സാറിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. ഗ്രഹണം കഴിഞ്ഞു രാജമ്മേ, ഇനി തെളിയാനുള്ള സമയമാണ്.